Hello, so welcome to Unit 2, Quality Management Leading Thinkers, Part 1. So in this part, we will discuss about the historical evolution of quality approaches, and we will discuss about some ideas and concepts that is in Crosby School and the Deming philosophy. So the evolution of quality approaches. So before 20th century, 20th century production it was not as organized ആയിരുന്നില്ല ആൻഡ് ഒരു മാസീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിനൊരു ഗ്രോത്ത് വന്നത് ഇൻ ദ ബിഗിനിങ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടൈമിലായിരുന്നു. സോ ബിഫോർ ദാറ്റ് ടൈം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് കൺസിഡർഡ് ആസ് എൻ ആർട്ട് ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ആർട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓരോ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതൊരു സ്പെഷ്യൽ യൂണിറ്റ് ആയിരിക്കും. ബിക്കോസ് ദാറ്റ് ഇസ് രണ്ട് യൂണിറ്റ്സ് ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. ആൻഡ് പിന്നെ അറ്റ് ദ ബിഗിനിങ് ഓഫ് 20th സെഞ്ചുറിയിലൊക്കെയാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഫെഡറിക് ടൈലർ ആൻഡ് അതേപോലെ ആൻഡ് ഹിസ് കോ വർക്കേഴ്സ് എല്ലാം ഒരു പ്രൊഡക്ഷൻ ലൈൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അതോടൊപ്പം ഒരു റാഷണലൈസേഷന്റെ ഇൻക്രീസും നീഡും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവാൻ തുടങ്ങി. ഡിവിഷൻ ഓഫ് ലേബർ, സ്റ്റാൻഡർഡൈസേഷൻ, അതൊക്കെ കുറച്ചും കൂടി എവിഡന്റ് ആയി മാറി. ആൻഡ് പിന്നെ കുറച്ച് പുതിയതായിട്ടുള്ള പ്രിൻസിപ്പിൾസും ദാറ്റ് ഇസ് കോൺസെപ്റ്റ്സ് ഒക്കെ വന്നു. ദാറ്റ് ഇസ് ഗുഡ് മാനേജ്മെന്റ്, അതേപോലെ ഡീപേഴ്സണലൈസേഷൻ ഓഫ് വർക്ക്, അതേപോലെ വർക്ക് കണ്ടന്റ് ഓഫ് പ്രോഡക്ട്സ്, അതേപോലുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ഒക്കെ വന്നു. ആൻഡ് അതിനുശേഷം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ട് അല്ലായിരുന്നു, ആൻഡ് ഇറ്റ് ബിക്കെയിം എ പ്രോസസ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ആൻഡ് അതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഇൻവെന്റീവ്നെസ്, അതേപോലെ ക്രിയേറ്റിവിറ്റി, ഇംപ്രൂവ്മെന്റ്, ലേണിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു. സോ മെയിൻ ആയിട്ട് ഈ ഒരു ഇംപ്രൂവ്മെന്റ്, ലേണിംഗ്, ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു 20th സെഞ്ചുറി ശേഷം അതൊക്കെ ഡിസ്കറേജ് ആയിട്ട് അതിന് പകരം യൂണിഫോമിറ്റി, അഷുറൻസ് ഓഫ് പ്രൊഡക്റ്റ് യൂണിഫോമിറ്റി, കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വേരിയേഷൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വന്നത്. ആൻഡ് ഈ 1930s അതേപോലെ ദാറ്റ് ഇസ് സെമിനൽ പേപ്പർ ഓഫ് ഷെവോട്ടിൽ അതിൽ പറയുന്നത് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൺട്രോൾ ചെയ്യുക, ദാറ്റ് ഇസ് പ്രൊഡക്റ്റ് യൂണിഫോമിറ്റിയുടെ കൺട്രോളിനും അതേപോലെ പ്രോസസ് കൺട്രോളിനൊക്കെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ആൻഡ് സയന്റിഫിക് മോഡേൺ അപ്രോച്ച് വന്നു. അപ്പം അതില് എന്താ പറയാ, ഷെവോർഡ് ആൻഡ് RA ഫിഷേഴ്സ് അവർ ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പെരിമെന്റ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനൊരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് SQC, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന രീതിയിലും, അതേപോലെ SPC, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ, പിന്നെ എക്സ്പെരിമെന്റൽ ആൻഡ് റോബസ്റ്റ് ഡിസൈൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ ഒരു നീഡ് ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അതേപോലെ നമ്മുടെ മെറ്റീരിയൽസ് കൺഫേം ചെയ്യുന്നതിന്റെ നീഡ്, അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്റ്റാൻഡേർഡ് അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൽ ഇവരെന്ത് ചെയ്യും, ബോത്ത് സ്റ്റാൻഡേർഡ്സ്, ഓരോ ഐറ്റത്തിന്റെയും സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളെല്ലാം അവർ പ്രൊസീജിയേഴ്സും എല്ലാം അവർ ക്രിയേറ്റ് ചെയ്യും, ഈ ഒരു സ്റ്റാൻഡേർഡ് അസോസിയേഷൻസ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒരു ഓവർവ്യൂ ആയിട്ട് ക്വാളിറ്റി അപ്രോച്ചിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു എവല്യൂഷൻ ഉണ്ട്, ദാറ്റ് ഇസ് ഓരോ ഇയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അണ്ടിൽ 1960s, പ്രയർ ടു 20th സെഞ്ചുറി, ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ആർട്ട് ആയിരുന്നു. 90s ദാറ്റ് ഇസ് 1900s ആ ഒരു കാലഘട്ടത്തിൽ സയന്റിഫിക് അപ്രോച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ പിന്നെ 1930s സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഗിനിങ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം RA ഫിഷറിന്റെ എക്സ്പെരിമെന്റൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റ് 1930s ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും അതിന്റെ അപ്രോച്ചസും കാര്യങ്ങളെല്ലാം ഫ്രാൻസിലും ജപ്പാനിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ 1942 ഇതേപോലെ ഡീമിങ്ങിന്റെ ദാറ്റ് ഇസ് ഡീമിങ് അവരുടെ അദ്ദേഹത്തിന്റെ വർക്ക് അത് USA ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സാമ്പിളിങ്ങിനെ കുറിച്ചുള്ള വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വർക്കിംഗ് ഗ്രൂപ്പ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഇറ്റ് വാസ് സെറ്റപ്പ് ബൈ ജൂറൻ ആൻഡ് ഡോഡ്ജെ. അത് SQCയിൽ വർക്കിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ 1944 അവരുടെ റിസർച്ചും കാര്യങ്ങളെല്ലാം അക്സെപ്റ്റൻസ് സാമ്പിളിനെ കുറിച്ചുള്ള റിസർച്ച് ഒക്കെ വന്നു. 1945 ജപ്പാൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ, അതേപോലെ 1946 ASQC ഫൗണ്ട് ചെയ്തു, ദാറ്റ് ഇസ് അമേരിക്കൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി കൺട്രോൾ. പിന്നെ 1950 ഡേമിംഗ് ജപ്പാൻ വിസിറ്റ് ചെയ്തിട്ട്, ആൻഡ് ദാറ്റ് ഇസ് കെ ഇഷിക്കാവ അദ്ദേഹത്തിന്റെ ഇൻവിറ്റേഷനിൽ ഡേമിംഗ് ജപ്പാനിൽ വിസിറ്റ് ചെയ്തു. 1951 ക്വാളിറ്റി അഷുറൻസ് കുറച്ചും കൂടി അക്സെപ്റ്റഡ് ആയി. 1954 DQC ജപ്പാനിൽ വന്നു. അതേപോലെ 1957 യൂറോപ്യൻ ഓർഗനൈസേഷൻസും ഇതേപോലെ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ക്വാളിറ്റി ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് 1960s നോക്കുകയാണെങ്കിൽ 61 മാർട്ടിൻ കമ്പനി ഇൻ USA ഇതേപോലെ സീറോ ഡെഫക്ട് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1962 ക്വാളിറ്റി സർക്കിൾ സ്റ്റാർട്ടഡ് ഇൻ ജപ്പാൻ. 1970 to 1980 ജസ്റ്റ് ഇൻ ടൈം ആൻഡ് ക്വാളിറ്റി became crucial for competitiveness.
In 1980s, development and introduction of FMS ആയിരുന്നു. അതേപോലെ 1990s increasing importance of effective value chain ആയിരുന്നു. 2000 onwards ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് ഒരുപാട് സ്ട്രെസ് വന്നു തുടങ്ങി. സോ ഡ്യൂറിംഗ് വേൾഡ് വാർ ടൂലും ഒരു ഗ്രേറ്റസ്റ്റ് എഫേർട്ട് അവിടെ ഇനിഷ്യേറ്റ് ആയിട്ടുണ്ട്. മെയിൻലി ദാറ്റ്സ് പ്രൊക്യൂർമെന്റ് പ്രോബ്ലംസും എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് എക്യുപ്മെന്റ്സും അതിന്റെ ഒക്കെ ബേസിസിൽ ഒരുപാട് ഒരു ഗ്രേറ്റ് എഫേർട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് 1942 കൺസെപ്റ്റ് ഓഫ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ആയിരുന്നു ഡിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ടൈമിൽ ഡെയ്മിംഗ്, ഡോഡ്ജ്, ജൂറൻ അവർക്കൊക്കെ ദാറ്റ് ഇസ് അവരുടെ കരിയർ ഈ ഒരു എൻവയോൺമെന്റിൽ ബിഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ വേൾഡ് വാർ ടു ദാറ്റ് ഇസ് ഒരു എക്സ്പെർട്ടൈസ്ഡ് ഗെയിൻ ഇൻ പ്രൊഡക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പോസ്റ്റ് വാറിൽ സമയത്ത് റീബിൽഡിങ്ങും അതേപോലെ ബേബി ബൂംസ്, നോ കോമ്പറ്റീഷൻ ഫ്രം യൂറോപ്പ് ഒക്കെ ആയിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ടൈമില് ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അമേരിക്കയൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ചാലഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഈ ഒരു എൻവിറോൺമെന്റിൽ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ആ ഒരു ടൈമിൽ നോക്കിയിട്ട്. അപ്പം അതിൽ മെയിൻ ആയിട്ട് ഒരു ഹൗസ് ഓഫ് ക്വാളിറ്റി എന്ന രീതിയിലായിരുന്നു അവിടെ ഓരോ കൺട്രീസിനും ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു കാർ മാനുഫാക്ചറിങ് അതേപോലെ അതർ പ്രോഡക്ട്സിനൊക്കെ ഇപ്പൊ ക്യാമറാസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ വൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബെൽ ആൻഡ് ഹോവൽ ഇൻ USA. ആൻഡ് അതിനുശേഷം ജപ്പാനും കാനോൺ എന്ന് പറഞ്ഞിട്ട് ജപ്പാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു മാസ് പ്രൊഡക്ഷൻ ഓഫ് മോട്ടോർ ബൈക്സ് ഉണ്ടായി തുടങ്ങി. ആൻഡ് അത് കംപ്ലീറ്റ്ലി ടേക്കൺ ഓവർ ബൈ ദി ഓർഗനൈസേഷൻ സച്ച് ആസ് ഹോണ്ട, കവാസക്കി ഒക്കെ ആയിരുന്നു. ആൻഡ് ഇതേപോലെ നമ്മുടെ ക്വാളിറ്റി ഗുരൂസ് ഉണ്ട്. അവരുടെ അറ്റംപ്റ്റ് ദാറ്റ് ഇസ് ക്വാളിറ്റി ഗുരൂസ് ആയിട്ടുള്ള ഡെയ്മിംഗ്, ജൂറന്റ് അവരുടെ അറ്റംപ്റ്റും ഇതേപോലെ ഈ ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് USA അത്രയ്ക്ക് സക്സീഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്വാളിറ്റി കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നു. ജപ്പാൻ എന്ന് പറയുന്നത് they was attempting to re-enter the industry. ആ ഒരു ടൈമിൽ അവർ എൻട്രി ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അതേപോലെ ജപ്പാനീസ് മാനുഫാക്ചേഴ്സ് ഒക്കെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രോസസ് ഓഫ് കൺട്രോളും അതേപോലെ പ്രൊഡക്ട് അഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ റെക്കഗ്നൈസ് ദ നീഡ് ഫോർ ക്വാളിറ്റി. അതിനുശേഷം ഇതിന്റെ മെയിൻ കോട്ട് എന്ന് പറയുന്നത് വേർ ക്വാളിറ്റി റിയലി മാറ്റേഴ്സ് അതായിരുന്നു. അപ്പം അതായിരുന്നു ജപ്പാന്റെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി US എന്ന് പറയുകയാണെങ്കിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് റിഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ് വേരിയബിലിറ്റി ആയിരുന്നു. ആൻഡ് ജപ്പാനീസ് മാനുഫാക്ചേഴ്സ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. ഈ ഒരു ഇതിലായിരുന്നു അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു 20th സെഞ്ചുറി ഒക്കെ ആയ ടൈമിൽ ജപ്പാനീസ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ടെക്നോളജിയും ടൂൾസും അതേപോലെ ആ ഒരു ക്വാളിറ്റി കൺസെപ്റ്റിലേക്കൊക്കെ അവർ വരാൻ തുടങ്ങി. ആൻഡ് ക്വാളിറ്റി ഹാസ് അഗെയിൻ ബിക്കം ദി മെഷർ. നമ്മളൊരു പ്രൊഡക്ഷൻ അത് മെഷർ ചെയ്യാനുള്ള ഒരു മെയിൻ കണ്ടന്റ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് മാറി. ആൻഡ് ക്വാളിറ്റിയും അതിന്റെ പിന്നെ മെല്ലെ മെല്ലെ അതെന്തായി ബിക്കെയിം ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ TQC ആയി. പിന്നെ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് സീറോ ഡിഫക്ട് അതായിരുന്നു അവരുടെ മെയിൻ. ഇതിലൊരു ക്വാളിറ്റി സർക്കിൾസ് ഉണ്ട്, അതേപോലെ സീറോ ഡിഫക്ട് ഗോൾസ് അതായിരുന്നു മെയിൻ ഗോൾ ആയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ചസ് ഒക്കെ ആയിരുന്നു മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ക്വാളിറ്റി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ദാറ്റ് ഇസ് ക്വാളിറ്റിയോട് കൂടിയുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറി. സോ ബൈ ദ എൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ബിക്കെയിം സ്ട്രാറ്റജിക് ആയിട്ട് മാറി. ആൻഡ് ഇതിൽ നമ്മൾ ജസ്റ്റ് ഇൻ ടൈം കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം FMS, അതിൽ ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾസ് അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഇൻ ടൈമും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലൊക്കെയാണ് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു TQM എന്ന രീതിയിൽ പറയുന്നത്. ദ ക്രോസ്ബി സ്കൂൾ. സോ ഫിലിപ്സ് ക്രോസ്ബിസ് ക്വാളിറ്റി മാനേജ്മെന്റ് ഐഡിയ എന്ന് പറയുന്നത് ഒരു ലോങ് കോർപ്പറേറ്റ് കരിയർ റൈസിംഗ് ആയിരുന്നു. അതിലിപ്പം ക്രോസ്ബിയുടെ ഇൻസൈഡ് കോർപ്പറേറ്റ് പെർസ്പെക്ടീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡൗൺ ടു എർത്ത് അപ്രോച്ച് ടു ക്വാളിറ്റി മാനേജ്മെന്റ് ആയിരുന്നു. ആൻഡ് ഹി ബിലീവ്സ് ദാറ്റ് എല്ലാ ഓർഗനൈസേഷൻസും ഷുഡ് ലേൺ and top management should adopt the quality management style. That is, എല്ലാ ഓർഗനൈസേഷൻസും can learn and the top management should adopt the quality management style. സോ ഇതിൽ നമുക്ക് കുറച്ച് പ്രോബ്ലം ഓർഗനൈസേഷൻ നോക്കാം. സോ ഇതിൽ നമുക്ക് ഈ ഒരു ക്രോസ്ബി ബിലീവ് ചെയ്തെടുത്തും ദ പ്രോബ്ലം ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് വിൽ ബെനിഫിറ്റ് മോസ്റ്റ് ഓഫ് ദി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമിനെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കണ്ടായിരുന്നു ദ പ്രോബ്ലം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ഹിസ് ബുക്ക് ക്വാളിറ്റി വിത്തൗട്ട് ടിയേഴ്സ് അതിലാണ് ഈ ഒരു പ്രോബ്ലം ഓർഗനൈസേഷന്റെ 5 സിംറ്റംസ് അത് എന്താ പറയാ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൽ കമ്പനി ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്പനി ഹാസ് ആൻ എക്സ്റ്റെൻസീവ് ഫീൽഡ് സർവീസ്. ഒരു ഭയങ്കരമായിട്ട് ഫീൽഡ് സർവീസ് ഉള്ള ഒരു കമ്പനി ആൻഡ് അവരുടെ ഡീലർ നെറ്റ്വർക്ക് സ്കില്ലും അല്ലെങ്കിൽ അതിൽ കറക്റ്റീവ് ആക്ഷൻസും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സാറ്റിസ്ഫയറെ ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ മാനേജ്മെന്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ ക്ലിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ഒരു ഡെഫിനിഷൻ, ദാറ്റ് ഒരു ക്വാളിറ്റിയെ കുറിച്ച് ഒരു ഡെഫിനിഷനോ ഒരു ക്ലിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡോ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത മാനേജ്മെന്റ് ആവുമ്പോൾ എംപ്ലോയീസ് ക്യാൻ ഡെവലപ്പ് ഓൺ ഹിസ് ഓൺ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എംപ്ലോയീസിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മാനേജ്മെന്റ് ഡസ് നോട്ട് നോ ദ പ്രൈസ് ഓഫ് നോൺ കൺഫറൻസ്. ഇതിൽ പ്രൊഡക്റ്റ് കമ്പനീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ 20% സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് ഓർ 20 ഓർ മോർ 20% അവരുടെ സെയിൽസും കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് മേ ബി ചിലപ്പം ഡൂയിങ് റോങ് തിങ്സും അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനൊക്കെ ആയിരിക്കും. പക്ഷെ സർവീസ് കമ്പനീസ് പറയുകയാണെങ്കിൽ അവർ ദേ സ്പെൻഡ് 35% ഓർ മോർ ഓൺ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആയിട്ട് അവര് സർവീസ് കമ്പനീസും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജ്മെന്റ് ഡിനൈസ് ദാറ്റ് ഇറ്റ് ഈസ് ദി കോസ് ഓഫ് ദി പ്രോബ്ലം. ഇതൊക്കെ ഡിനൈ ചെയ്യുന്നുണ്ട് മാനേജ്മെന്റ്. ദാറ്റ് ഇസ് അടുത്തതാണ് ക്രോസ്ബീസ് വ്യൂ ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ ദ റിയൽ മീനിങ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി ഇസ് ഫ്രീ എന്നാണ് പറയുന്നത്. സോ ഇതില് സെവറൽ അസംഷൻസ് വരുന്നുണ്ട്. ദാറ്റ് ഇസ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്നെസ് ഓർ ലക്ഷറി അല്ല, അതേപോലെ ഇൻടാഞ്ചിബിൾ അല്ല, ദാറ്റ് ഇസ് ഇറ്റ്സ് നോട്ട് മെഷറബിൾ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ ഇറ്റ്സ് അൺഅഫോർഡബിൾ, അതേപോലെ ഒറിജിനേറ്റഡ് ബൈ വർക്കേഴ്സ് അല്ല, ആൻഡ് സംതിങ് ദാറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ല, ക്വാളിറ്റി ഇസ് കൺഫറൻസ് ടു റിക്വയർമെന്റ്സ് അല്ല. സോ അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പം ക്രോസ്ബി അസ്യൂം ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എയ്തർ ഓർ നോട്ട് പ്രസന്റ് ഇൻ ദി ഹോൾ ഓർഗനൈസേഷൻ. അത് അങ്ങനെയാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ദാറ്റ് അതായത് ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഓർഗനൈസേഷനിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്, ആൻഡ് ക്വാളിറ്റി ഇസ് മെഷറബിൾ. പിന്നെ വരുന്നത് ഇൻ അഡീഷൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഹി കോൺഷ്യസ് ദാറ്റ് ക്വാളിറ്റി ബൗണ്ടഡ് എക്സിക്യൂട്ടീവ് ആണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും അതേപോലെ ചേഞ്ചിങ് കൾച്ചർ അതിനൊക്കെ വേണ്ടിയിട്ടും നമുക്ക് ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഒരു ക്വാളിറ്റി ബൗണ്ടഡ് എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ പറയുന്നത്. സോ ഈ രണ്ട് പോയിന്റ്സ് ആണ് ഹി അസ്യൂം. ഇനി ക്വാളിറ്റിയുടെ ദാറ്റ് ഇസ് 4 അബ്സല്യൂട്ട്സ് ഓഫ് ക്വാളിറ്റി പറയുന്നുണ്ട്. സോ അത് ഏതൊക്കെയാ നോക്കാം. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നതാണ് ഡെഫിനിഷൻ ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് കൺഫറൻസ് ടു റിക്വയർമെന്റ്സ് ആണ്. അത് മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റീച്ച് ത്രൂ പ്രിവെൻഷൻ. അപ്പൊ ഇതിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാനും അത് എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനും അതായത് എറേഴ്സ് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനും അതേപോലെ ഈ ക്വാളിറ്റി കൺട്രോൾ ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പോകുമല്ലോ. ഇപ്പൊ കൺട്രോൾ ചാർട്ട് അല്ലെങ്കിൽ അതർ ടൂൾസ് ഒക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0. സോ ഇതിൽ നമുക്ക് ആ ഒരു നമ്മൾ അതിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു സ്ട്രൈവ് ടുവേർഡ്സ് 0 ഡിഫക്റ്റ്. പിന്നെ ദ മെഷർമെന്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദാറ്റ് ഇസ് നോൺ കൺഫർമൻസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ എപ്പോഴും ഒരു ആ ഡാറ്റാസ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള അതിനൊരു അറ്റൻഷൻ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. സോ ഇനി നമുക്ക് ഇതിൽ വരുന്ന കുറച്ച് ബേസിക് ടെനറ്റ്സ് ഓഫ് ദിസ് സൈക്കിൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇസ് എൻ എവർ ലാസ്റ്റിംഗ് പ്രോസസ് ആണ്. ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഫിലോസഫി ഇറ്റ് ഷുഡ് ബിഗിൻ അറ്റ് ദ ടോപ്പ് നിന്ന് തുടങ്ങുന്നതാണ്. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്സ് പറയുകയാണെങ്കിൽ ദേ ഷുഡ് ബിലീവ് ഇൻ 0 ഡിഫക്ട്. ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നതും ഇറ്റ് ഷുഡ് ബി എക്സലന്റ്. ആൻഡ് മാനേജ്മെന്റ് ഇസ് പേഷ്യന്റ് ആൻഡ് നെവർ സീസസ് ഇറ്റ്സ് കൺസേൺ ഫോർ ക്വാളിറ്റി. സോ ഇതാണ് ക്രോസ്ബീസ് ക്വാളിറ്റി മാനേജ്മെന്റ് ഗ്രിഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 അങ്ങനെ 5 സ്റ്റേജ് അവിടെ ഉണ്ട്. അത് സ്റ്റേജ് 1 എന്ന് പറയുന്ന അൺസർട്ടനിറ്റി, അതേപോലെ സ്റ്റേജ് 2 എന്ന് പറയുന്ന അവേക്കനിങ്, സ്റ്റേജ് 3 എൻലൈറ്റ്മെന്റ്, സ്റ്റേജ് 4 ഇസ് വിസ്ഡം, സ്റ്റേജ് 5 ഇസ് സർട്ടനിറ്റി. സോ അതിൽ മാനേജ്മെന്റ് കാറ്റഗറീസ് പറയുന്നത് മാനേജ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ അതിൽ ഓരോ സ്റ്റേജിലും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ഫസ്റ്റിലാണെങ്കിൽ ഒരു ക്വാളിറ്റിയിൽ ഒരു മാനേജ്മെന്റ് ടൂൾ ആയിട്ട് കാണാൻ അത് ഫെയിൽ ആയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ ഇറ്റ് സപ്പോർട്ട്സ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ തിയറി. ആൻഡ് തേർഡിലാണെങ്കിൽ ലേൺസ് അബൌട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. പിന്നെ ഫോർത്തിലാണെങ്കിൽ പേഴ്സണലി ഓരോ ആക്ടിവിറ്റീസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ആവുന്നുണ്ട്. ആൻഡ് ഫിഫ്തിൽ വരുന്നതാണെങ്കിൽ ഒരു എസെൻഷ്യൽ ആയിട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇനി ക്വാളിറ്റി ഓർഗനൈസേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ആദ്യം ലിമിറ്റഡ് ആയിരിക്കും സ്റ്റേജ് 1. സ്റ്റേജ് 2 പറയുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ലീഡർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ടിവിറ്റീസ് എല്ലാം ദാറ്റ് ഇസ് ഒരുപാട് ഭയങ്കരമായിട്ടില്ല, എന്നാലും ലിമിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. തേർഡ് സ്റ്റേജിൽ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് വരും, അവര് ടോപ്പ് മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാം, പിന്നെ കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഫോർത്ത് സ്റ്റേജിലേക്ക് പറയുകയും ക്വാളിറ്റി മാനേജർ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇതേപോലുള്ള അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബോർഡ് ഓഫ് ദി ഡയറക്ടേഴ്സിൽ ഒരാളായിരിക്കും. സോ അവിടെ മെയിൻ ആയിട്ട് ക്വാളിറ്റി ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇനി പ്രോബ്ലം ഹാൻഡ്ലിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ പ്രോബ്ലംസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദേ ആർ ഫൗട്ട് ആസ് എ ഒക്കെ ആ ഒരു ടൈമിൽ തന്നെ ഫ്രീ ഫയർ ദാറ്റ് ഇസ് ഫയർ ഫൈറ്റിംഗ് അതാണ് അവിടെ വരുന്നത്.
സെക്കൻഡ് സ്റ്റേജിൽ എനിക്ക് പറയുന്നത് നമ്മൾ ടീമിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് വരുന്നത് ഒരു ഷോർട്ട് ടേം ബേസിസിലേക്ക്. പിന്നെ വരുന്നത് പ്രോബ്ലംസ് എല്ലാം ഒരു ഓർഡർലി ആയിട്ട് അതിനെ റിസോൾവ് ചെയ്ത് പോവുക, ഒരു കറക്റ്റീവ് ആക്ഷൻ അവിടെ ഒരു ഉണ്ടാവുകയാണ്. പിന്നെ പ്രോബ്ലംസ് ഐഡന്റിഫൈ, അത് മുന്നേ തന്നെ നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് അൺയൂഷ്വൽ കേസസ് വിട്ടിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ മുന്നേ തന്നെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇനി കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ആസ് പെർസെന്റേജ് ഓഫ് സെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ അൺനോൺ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ആക്ച്വൽ ഒരു 20%. പിന്നെ റിപ്പോർട്ടഡ് 5%, ആക്ച്വൽ 18% ആയിരുന്നു. അടുത്ത സ്റ്റേജിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 8%, ആക്ച്വൽ 12%. പിന്നെ റിപ്പോർട്ട് ചെയ്തത് 6.5ഉം 8ഉം. പിന്നെ വരുന്നത് റിപ്പോർട്ടഡും ആക്ച്വലും 2.5% ആണ്. പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ നോ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രോപ്പർ ആയിരുന്നില്ല. സെക്കൻഡ് സ്റ്റേജിൽ ആക്ടിവിറ്റീസ് പറയുന്നത് കുറച്ചും കൂടി ഷോർട്ട് ടേം ആക്ടിവിറ്റീസ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ വന്നത് 14 സ്റ്റെപ്പ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തു അവിടെ. പിന്നെ വരുന്നത് ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേജിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഒരു റെഗുലർ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയിട്ട് മാറ്റിയത് തന്നെ. ഇനി സമ്മറി ഓഫ് കമ്പനി ക്വാളിറ്റി പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് വി ഡോണ്ട് നോ വൈ വി ഹാവ് ക്വാളിറ്റി പ്രോബ്ലംസ്, എന്തുകൊണ്ടാണെന്നുള്ള അവർക്ക് അറിയില്ലായിരുന്നു. സെക്കൻഡിലേക്ക് പറയുകയാണെങ്കിൽ that is must we always have quality problems, നമുക്ക് അത് എപ്പോഴും വേണോ അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു. പിന്നെ വരുന്നത് ബിക്കോസ് ഓഫ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം വി ആർ ഐഡന്റിഫൈങ് ആൻഡ് റിസോൾവിംഗ് അവർ ക്വാളിറ്റി പ്രോബ്ലംസ്. സോ മാനേജ്മെന്റിന്റെ ഒരു കമ്മിറ്റ്മെന്റും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാംസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻസ് എടുക്കുന്നുണ്ട്. പിന്നെ വി റുട്ടീൻലി പ്രിവെന്റ് ഡിഫക്ട്സ് ഫ്രം ഒക്കറിങ്, പിന്നെ നമ്മൾ റുട്ടീൻ ആയിട്ട് ഡിഫക്ട്സ് ഉണ്ടാവുന്നത് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി നോ വൈ വി ഡോണ്ട് ഹാവ് ക്വാളിറ്റി പ്രോബ്ലംസ്. ലാസ്റ്റിലേക്ക് എന്താവും, അതിങ്ങനെ വന്ന് അവസാനം എന്തായി നമുക്ക് അറിയാം എന്തുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ എന്തുകൊണ്ട് ക്വാളിറ്റി പ്രോബ്ലംസ് ഇല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഓർഗനൈസേഷന് അറിയാൻ പറ്റും. ദ ക്രോസ്ബി ക്വാളിറ്റി കോളേജ്. സോ ഇതിൽ നമുക്ക് കുറച്ച് ദാറ്റ് ഇസ് ഈ ഒരു ക്രോസ്ബി ക്വാളിറ്റി കോളേജ് ഓഫേഴ്സ് എ ക്വാളിറ്റി മാനേജ്മെന്റ് ഗ്രിഡ്, അതേപോലെ ആൻഡ് ഹിസ് 14 സ്റ്റെപ്പ് പ്രോഗ്രാം. നമ്മൾ ആ ഗ്രിഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 14 സ്റ്റെപ്പ് പ്രോഗ്രാം എന്നുള്ളത്. സോ അത് നോക്കാം. ദാറ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. ടോപ്പ് മാനേജ്മെന്റ് അവർക്ക് ഈ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ഇത് അക്കമ്പനീഡ് ബൈ റിട്ടേൺ ക്വാളിറ്റി പോളിസി ഉണ്ടായിരിക്കണം. അതിൽ ഓരോ നമ്മളെല്ലാം ദാറ്റ് ഇസ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഇസ് എങ്ങനെയാണ് റിക്വയർമെന്റും അല്ലെങ്കിൽ കോസ്റ്റ്, എന്ത് റിക്വയർമെന്റ്, എല്ലാ കാര്യങ്ങളും ആ റിക്വയർമെന്റ് കാര്യങ്ങളും എല്ലാം എക്സാക്ട്ലി നമ്മൾ ഒരു പെർഫോമൻസ് നമ്മളിപ്പോ എത്ര അതിന് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് അതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ വരുന്നത് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടീമാണ്. സോ മാനേജ്മെന്റ് മസ്റ്റ് ഫോം എ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടീം. അതൊരു ടീം ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെ വെച്ചിട്ട് ഒരു ടീം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ടീമിന്റെ റോൾ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആക്ഷൻസ് എല്ലാം ആവശ്യമുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ക്വാളിറ്റി മെഷർമെന്റ് ആണ്. സോ ഇതും എമംഗ് എംപ്ലോയീസിൽ വരുന്നതാണ്. സോ ഈ ഒരു പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് എപ്പോഴും അസസ് ചെയ്യണം, മെഷർ ചെയ്യണം, ഓരോ സ്പെസിഫിക് ഏരിയാസിലേക്ക് ഇംപ്രൂവ്മെന്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇവാലുവേഷൻ ആണ്. സോ ഇതിൽ കൺട്രോളേഴ്സ് ഓഫീസ് അവര് ഇതേപോലെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, ഇതിന്റെ കോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വെച്ചുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. ആൻഡ് ഈ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ പ്രോഫിറ്റബിൾ ആവോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് വരുന്നത്. ഇനി സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ക്വാളിറ്റി അവയർനെസ് ആണ്. സോ ഇത് എംപ്ലോയീസിന് നമ്മൾ അവരുടെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നതാണ്. ആൻഡ് എല്ലാ എംപ്ലോയേഴ്സിനും ഈ ഒരു ക്വാളിറ്റി അവയർനെസ് കൊടുക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വാളിറ്റി അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് ക്യാരിഡ് ഔട്ട് ചെയ്യേണ്ടത് സൂപ്പർവൈസേഴ്സ് ആയിരിക്കും. അത് നമുക്കിപ്പം മീഡിയാസ് അല്ലെങ്കിൽ ബുക്സ്, പോസ്റ്റേഴ്സ്, അങ്ങനെ ഏത് മീഡിയ വേണമെങ്കിലും ചൂസ് ചെയ്യാം, മീഡിയത്തിലൂടെയും ചൂസ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് കറക്റ്റീവ് ആക്ഷൻ ആണ്. സോ ഇത് നമുക്ക് ഇപ്പം സ്റ്റെപ്പ് 3യിലും സ്റ്റെപ്പ് 4യിലൊക്കെ ഉണ്ടായിട്ടുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് എംപ്ലോയേഴ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം. സോ ഇത് നമ്മൾ ഒരു സൂപ്പർവൈസറി ലെവലിലാണ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് അവിടെ തന്നെ പറ്റിയ റിസോൾവ് ചെയ്യും. പിന്നെ വരുന്നതാണ് സ്റ്റെപ്പ് 7 സീറോ ഡിഫക്ട് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ ഇതൊരു അഡ്ഹോക്ക് ഡിഫക്ട് കമ്മിറ്റി അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടീമിലെ മെമ്പേഴ്സ് തന്നെയാണ് ഇതിൽ ഉണ്ടാവുക. സോ ഈ ഒരു കമ്മിറ്റി എന്ന് പറയുകയാണെങ്കിൽ അവർ പ്ലാൻ ഫോർ എ സീറോ ഡിഫക്ട് പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് സ്റ്റെപ്പ് 8 സൂപ്പർവൈസറി ട്രെയിനിങ്. സോ ഏർലി ഇൻ ദ പ്രോസസ് എല്ലാ ലെവൽ ഓഫ് മാനേജ്മെന്റും ഇതേപോലെ ഈ ഒരു കാര്യത്തെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി സ്റ്റെപ്പ് 9 സീറോ ഡിഫക്ട് ഡേ. സോ ഒരു സീറോ ഡിഫക്ട് ഡേ അങ്ങനെ ഒരു ഡേ ആയിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. അപ്പൊ ആ ഒരു ഒരു ന്യൂ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ട്.
പിന്നെ സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ആണ്. സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്താ നമുക്ക് നമ്മുടെ ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ സൂപ്പർവൈസേഴ്സ് ഷുഡ് മീറ്റ് ദെയർ അവരുടെ ആൾക്കാർ അവരുടെ ടീമായിട്ടൊക്കെ സംസാരിച്ച് ആ ഗോള് സെറ്റ് ചെയ്യുക ആൻഡ് അത് സ്പെസിഫൈ ചെയ്യണം, മെഷറബിൾ ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം. ഇനി സ്റ്റെപ്പ് ലെവൽ എന്ന് പറയുന്നത് എറേഴ്സ് കോസ്റ്റ് റിമൂവൽ ആണ്. സോ എംപ്ലോയീസ് ഷുഡ് ബി എൻകറേജ് ടു ഇൻഫോം മാനേജ്മെന്റ്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് എംപ്ലോയേഴ്സ് മാനേജ്മെന്റ് ഇൻഫോം ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ് അവിടെ ഉണ്ടായിരിക്കണം. സോ എറർ ഫ്രീ വർക്ക് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വിത്തിൻ 24 hours തന്നെ അത് അക്നോളജ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി സ്റ്റെപ്പ് 12 എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ആണ്. സോ പബ്ലിക് നോൺ ഫിനാൻഷ്യൽ അപ്രീസിയേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് സ്റ്റെപ്പ് 13 ക്വാളിറ്റി കൗൺസിൽസ്. ഇതിൽ ക്വാളിറ്റി പ്രൊഫഷണൽസും അല്ലെങ്കിൽ ടീം ചെയർപേഴ്സൺസ് ഒക്കെ അവര് റെഗുലർലി മീറ്റ് ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസസും പ്രോബ്ലംസ് ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സ്റ്റെപ്പ് 14 ഡു ഇറ്റ് ഓൾ ഓവർ അഗെയിൻ. സോ ഇതിൽ എന്താണ് ഈ 1 to 13 ഉള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. സോ ഈ 1 to 13 വരെയുള്ള സ്റ്റെപ്പ് ഇറ്റ് മസ്റ്റ് ബി റിപ്പീറ്റഡ്. പുതിയ റിന്യൂസും അതേപോലെ ദാറ്റ് ഇസ് എന്തെങ്കിലും പുതിയ സ്കീംസും അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഈ ഒരു സ്റ്റെപ്സ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 14 വരുന്നത്. സോ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ദ ഡീമിംഗ് ഫിലോസഫി എന്ന് പറയുന്നത്. സോ he was born in 90s, that is 1900s, and PhD in mathematics and physics ആയിരുന്നു from Yale University. And W. Edwards Deming was introduced to the basic tenets of the traditional management principles in the late 1920s. And here ഒരു എന്താണ് റവല്യൂഷണറി ഹ്യൂമൻ റിലേഷൻ സ്റ്റഡീസ് ഒക്കെ ആയിരുന്നു ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നോക്കിയത്. പിന്നെ ഇതിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ശേഷം നമുക്ക് ഇതിൽ എന്താണ് മെയിൻ ആയിട്ട് ഡീമിംഗ് ഫിലോസഫി എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഡീമിംഗ് ഫൗണ്ട് ദാറ്റ് ഇസ് ട്രഡീഷണൽ മോട്ടിവേഷൻ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു സിസ്റ്റം നമ്മൾ എന്താ പറയാ ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ദ ടൈം ടു ബി ദാറ്റ് ഒരു ഡീഗ്രേഡിങ് അല്ലെങ്കിൽ എക്കണോമിക്കലി അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ആ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സിസ്റ്റത്തിലെ വർക്ക് ഇൻസെന്റീവ്സ് എന്നൊക്കെ പറയുന്നത് പീസ് വർക്കിന്റെ ബേസിസിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യാനും അതേപോലെ ഇൻസ്പെക്ഷൻ പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പൊ ഡിഫക്റ്റീവ് ഐറ്റംസ് ഒക്കെ നമുക്ക് അവരുടെ വർക്ക് ക്രെഡിറ്റിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് കുറയ്ക്കും, അതായത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിംഗ് 1930s ഡീമിംഗ് കൊളാബറേഷൻ വിത്ത് വോൾട്ടർ എ ഷെവേർട്ട്, അവർ തമ്മിലുള്ള കൊളാബറേഷനിൽ ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ വർക്കിംഗ് അറ്റ് ബെൽ ടെലിഫോൺ ലബോറട്ടറീസിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ ഇവരുടെ കൊളാബറേഷനിൽ ട്രഡീഷണൽ മാനേജ്മെന്റ് മെത്തേഡ്സ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ടെക്നിക്സ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. സോ ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുറെ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഡ്യൂറിംഗ് വേൾഡ് വാർ II ഡേമിംഗ് എന്ത് ചെയ്തു, ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ഗവൺമെന്റ് മാനേജേഴ്സിനൊക്കെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, ദാറ്റ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ്സ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ഫാക്ട് ദാറ്റ് ഇസ് ഇപ്പം ജപ്പാനീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവർ പോസ്റ്റ് വാർ ഇൻഡസ്ട്രിയൽ ഇതിന് ശേഷം അവർ SPC ദാറ്റ് ഇസ് ഡീമിങ്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ആ ഒരു ഫിലോസഫി ബേസിസിലാണ് അവർ പോകുന്നത്. സോ ഇതില് ദ ക്വാളിറ്റി ക്രൈസിസ് ഉണ്ട്. സോ ഈ ക്വാളിറ്റി ക്രൈസിസ് എന്ന് പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഇസ് എ പ്രഡിക്റ്റബിൾ ഡിഗ്രി ഓഫ് യൂണിഫോമിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി അറ്റ് ലോ കോസ്റ്റ് ആൻഡ് സ്യൂട്ടഡ് ടു മാർക്കറ്റ്. ഇതാണ് ഒരു ക്രൈസിസ് ആയിട്ട് മെയിൻ ആയിട്ട് പറയുന്നത്. സോ സിൻസ് ജപ്പാൻ അഡോപ്റ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് കൺട്രോൾ ടെക്നിക്സ് ഏർലി 50s ജപ്പാൻ അഡോപ്റ്റ് ചെയ്തതിനു ശേഷം ഒരു 30 year ഹെഡ് സ്റ്റാർട്ട് ദാറ്റ് ഇസ് ഒരു 30 years അത് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് വൈൽ വെസ്റ്റേൺ മാനേജേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിട്രാക്റ്റീവ് മാനേജ്മെന്റ് ആയിരുന്നു, ദാറ്റ് ഇസ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് MBO. സോ അതിലൊക്കെ ആയിരുന്നു അവര് ദാറ്റ് ഇസ് എന്താ പറയുക നമ്മുടെ വെസ്റ്റേൺ മാനേജേഴ്സ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജാപ്പനീസ് അവര് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്വാളിറ്റി, അല്ലെങ്കിൽ അവര് അതിൽ ആ ഒരു ക്വാളിറ്റിയിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പം ഈ ദാറ്റ് ഇസ് ഡേമിംഗ് അദ്ദേഹം ഒരു 14 points ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതില് ഡേമിംഗ് 14 points എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുകയാണെങ്കിൽ ക്രിയേറ്റ് കൺസിസ്റ്റൻസി of purpose for improvement of products and services. So ഇതില് ഡേമിംഗ് സജസ്റ്റ് ചെയ്തിരുന്നത് ഒരു കമ്പനിയുടെ റോളിന്റെ ഒരു ന്യൂ ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇതില് പൈസ ഉണ്ടാക്കുന്നതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ജോബ്, അതേപോലെ ഇന്നോവേഷനിലൂടെയും ജോബും അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സ്റ്റേ ചെയ്യുക എന്നുള്ളത് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നതാണ് അഡോപ്റ്റ് ദി ന്യൂ ഫിലോസഫി എന്നുള്ളത്. സോ ഇതിൽ നമുക്ക് ഒരു പഴയ ഇതുമായിട്ട് നമ്മൾ അതായത് അത് പഴയ മെത്തേഡ്സ് ഒക്കെ വിട്ടിട്ട് എന്താണ് ഒരു പുതിയ രീതിയിലുള്ള പുതിയ ഫിലോസഫീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ സീസ് ഡിപ്പെൻഡൻസ് ഓൺ മാസ് ഇൻസ്പെക്ഷൻ. സോ ഒരു ഫേം എന്ന് പറയുകയാണെങ്കിൽ ടിപ്പിക്കലി നമ്മൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. സോ അത് ഇപ്പൊ ഒരു ഡിഫക്റ്റീവ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ത്രോ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ റീവർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇൻസ്പെക്ഷനിലൂടെ വരുന്നത്. സോ ഈ പ്രാക്ടീസസ് ഒക്കെ അൺനെസസറിലി എക്സ്പെൻസീവ് ആണ് എന്നതാണ് പറയുന്നത്. സോ അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പനീസ് പേയിങ് വർക്കേഴ്സ് ടു മേക്ക് ഡിഫക്ട്സ്. നമ്മളിപ്പോ ഡിഫക്ട്, കാരണം അവർ ഡിഫക്ട് ഉണ്ടാക്കുന്നു, നമ്മൾ പക്ഷെ പൈസ കൊടുക്കുന്നുണ്ടല്ലോ, ആൻഡ് അത് കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ അതൊരു അൺനെസസറി എക്സ്പെൻസ് ആയിട്ട് പറയുന്നുണ്ട്. സോ ക്വാളിറ്റി ഇൻസ്പെക്ഷനിലൂടെ അല്ല വരേണ്ടത്, ആ ഒരു പ്രോസസ്സിന് ഇംപ്രൂവ്മെന്റിലൂടെയാണ് അത് വരേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്തത് വരുന്നതാണ് എൻഡ് ദ പ്രാക്ടീസ് ഓഫ് അവോർഡിംഗ് ബിസിനസ് ഓൺ ദി പ്രൈസ് ടാഗ് അലോൺ. സോ ഇതിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവരുടെ ഓപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ഇപ്പം ഒരു ലോ പ്രൈസ് വെണ്ടറിന് വേണ്ടിയിട്ട് അവർ നോക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ ചെയ്യുമല്ലോ. ഇപ്പം ആരാണ് ഇപ്പൊ കുറെ പേരുണ്ടെങ്കിൽ അതിലിപ്പോ കുറവ് നോക്കിയിട്ട്, കുറവ് എമൗണ്ട് നോക്കിയിട്ടൊക്കെ നമ്മൾ വെണ്ടറിനെ സെലക്ട് ചെയ്യുമല്ലോ. സോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ലോ ക്വാളിറ്റി ആ കാര്യങ്ങളാണ്, മെറ്റീരിയൽസ് ആയിരിക്കും അവിടെ സപ്ലൈ ചെയ്യുന്നത്. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. അടുത്തതാണ് ഇംപ്രൂവ് കോൺസ്റ്റന്റ്ലി ആൻഡ് ഫോർ എവർ ദ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ്. സോ ഇതിൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു വൺ ടൈം എഫേർട്ട് അല്ലാതെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇംപ്രൂവ്മെന്റ് അവിടെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് അടുത്ത പോയിന്റ്. അടുത്ത പോയിന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ് ആണ്. സോ വർക്കേഴ്സ് പറയുകയാണെങ്കിൽ അവര് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ അപ്പോൾ എപ്പോഴും നമ്മൾ അവരെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിത് കറക്റ്റായി ട്രെയിൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഡർഷിപ്പ് ആണ്. സോ ഇതില് സൂപ്പർവൈസറുടെ ജോബ് എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് അവരോട് ഇത് ചെയ്യൂ ഇത് എന്തുകൊണ്ട് ചെയ്തില്ല അങ്ങനെ പറയലല്ല. പക്ഷെ അതിന് പകരം എന്താ, അവരെ ലീഡ് ചെയ്യുക, ഒരു ലീഡറായിട്ട് മുന്നിൽ നിൽക്കുക, അവരെ ലീഡ് ചെയ്ത് നല്ല രീതിയിൽ ബെറ്റർ ജോബ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ലീഡർഷിപ്പ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. അടുത്തത് ഡ്രൈവ് ഔട്ട് ഫിയർ ആണ്. സോ ഒരുപാട് എംപ്ലോയീസിന് ഒരു പേടി ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു പൊസിഷനുള്ള ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവും. സോ ആ ഒരു പേടി നമ്മൾ എടുത്തു മാറ്റണം. സോ അങ്ങനെ അപ്പം കുറച്ചും കൂടിയും ഒരു ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഒക്കെ നമുക്ക് അവിടെ കിട്ടും. അതേപോലെ ആൾക്കാർക്ക്, എംപ്ലോയീസിന് ദേ ഫീൽ സെക്യൂർ. പിന്നെ ബ്രേക്ക് ഡൗൺ ബാരിയേഴ്സ് ബിറ്റ്വീൻ സ്റ്റാഫ് ഏരിയാസ്. സോ ഈ ഒരു കമ്പനി ഇപ്പൊ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ അതൊന്നും പാടില്ല. നമ്മൾ എന്താ എപ്പോഴും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാണ് വേണ്ടത്. സോ അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ബാരിയേഴ്സ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യുക. നെക്സ്റ്റ്, എലിമിനേറ്റ് സ്ലോഗൻസ്, എക്സോർട്ടേഷൻസ് ആൻഡ് ടാർഗറ്റ്സ് ഫോർ ദി വർക്ക് ഫോഴ്സ്. സോ ഇത് ഒരിക്കലും ദാറ്റ് ഇസ് ഒരു നല്ലൊരു ജോബ് ആയിട്ടല്ല. ദാറ്റ് ഇസ് വർക്കേഴ്സ് അവരുടേതായ സ്ലോഗൻസ് ഫോർമുലേറ്റ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അടുത്തത് എലിമിനേറ്റ് ന്യൂമറിക്കൽ കോട്ടാസ്. സോ കോട്ടാസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു നമ്പർ ബേസിസിലാണല്ലേ, അല്ലാതെ ക്വാളിറ്റിയോ അതിന്റെ മെത്തേഡ്സ് ബേസിസിലല്ല. സോ അങ്ങനെ അത് ആ കോട്ടാസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക. യൂഷ്വലി നമ്മൾ എന്താണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻഎഫിഷ്യൻസിയും ഹൈ കോസ്റ്റ് ഒക്കെയാണ് വരുന്നത്. സോ ഒരു പേഴ്സൺ ഒരു ജോബ് ചെയ്യുമ്പോൾ അവരെന്താണ് അറ്റ് എനി കോസ്റ്റ് he should meet the കോട്ട. അപ്പൊ അത് കമ്പനി ഡാമേജ് ഇല്ലാതെ നമ്മളത് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ന്യൂമറിക്കൽ കോട്ടാസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ റിമൂവ് ബാരിയേഴ്സ് ടു പ്രൈഡ് ഓഫ് വർക്ക്മാൻഷിപ്പ്. സോ ആൾക്കാർ അല്ലെങ്കിൽ വർക്കേഴ്സ് പറയുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പൊ ഒരു സ്ട്രെസ് ആകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഒരു മിസ്ഗൈഡഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഫോൾട്ടി എക്യുപ്മെന്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ബാരിയേഴ്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് എ വിഗറസ് പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. സോ ബോത്ത് മാനേജ്മെന്റ് ആൻഡ് വർക്ക് ഫോഴ്സ് എന്ത് ചെയ്യണം, അവരുടെ പുതിയ മെത്തേഡ്സിനെ കുറിച്ചും ടീം വർക്കിനെ കുറിച്ചും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിനെ കുറിച്ചൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം. പിന്നെ ടേക്ക് ആക്ഷൻ ടു അക്കംപ്ലിഷ് ദി ട്രാൻസ്ഫോർമേഷൻ. സോ നമുക്കൊരു ടോപ്പ് മാനേജ്മെന്റ് ടീമിലൊക്കെ എന്താണ് ഒരു പ്ലാനും ആ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷനിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സോ ഇതൊക്കെയാണ് ഒരു 14 ഡെയ്മിങ്ങിന്റെ 14 പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ, SPC എന്ന് പറയുന്നത്. സോ ഇത് SPC എന്ന് പറയുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ദാറ്റ് ഇസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈങ് ദി പ്രോബ്ലം ആണ്. സോ ഇതിൽ നമ്മൾ കോർ മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതില് ദാറ്റ് ഇസ് ഇപ്പൊ ഫസ്റ്റ് ആദ്യം ആ ആൾക്ക് ദാറ്റ് ഇസ് ഹി ഓർ ഷീ ഹാസ് എ പ്രോബ്ലം എന്ന്, അതിനുശേഷം ആ ഒരു പ്രോബ്ലത്തിന്റെ കോസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ക്ലാസിഫൈങ് ദി പ്രോബ്ലംസ് കോസ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു കോമൺ കോസ് ആയിരിക്കും, അല്ലാത്തത് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ കോസ് ആയിരിക്കും. സോ എന്താണ് കോസ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്.
ഇനി കറക്റ്റിംഗ് ദ പ്രോബ്ലം ആണ്. സോ ഫൈനൽ സ്റ്റെപ്പ് ദാറ്റ് ഇസ് ക്വാളിറ്റി മാനേജ്മെന്റ് സർക്കിളിൽ വരുന്നതാണ്. ദാറ്റ് ഇസ് മാനേജേഴ്സും വർക്കേഴ്സും ഇതുപോലുള്ള പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം അതിന് കോസ് ഉണ്ടാവാനുള്ളതൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന ടേക്കിംഗ് നെസസറി ആക്ഷൻസ് ഒക്കെ എടുക്കുക എന്നുള്ളത്. സോ ഈ ആക്ഷൻസ് എല്ലാം നമ്മൾ റീഡിസൈൻ ചെയ്യലും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കൺട്രോൾ ചാർട്ട് ദാറ്റ് ഇസ് നോക്കാം. ദാറ്റ് ഇസ് കൺട്രോൾ ചാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, പ്രോസസ്സിനുള്ള സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഗ്രാഫ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ലിമിറ്റഡ് ലൈൻസ് ഉള്ള ഒരു ഗ്രാഫ് ആണ്. ഇതിൽ നമ്മൾ ക്വാളിറ്റി പ്രൊഡക്ഷൻസിന്റെ റേഞ്ച്, അക്സെപ്റ്റബിൾ റേഞ്ച് ആണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അടുത്തത് പെറേറ്റോ ചാർട്ട് ആണ്. സോ ഇതും ഒരു ഗിവൺ ടൈമിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അതെല്ലാം നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്ന സമയത്ത് അതെല്ലാം അറേഞ്ച് ചെയ്യാനും ആൻഡ് ഏതാണ് ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്നുള്ളത് നോക്കാനൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു ബാർ ഗ്രാഫ് ആയിരിക്കും അതിൽ ഒരു ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഓൺ ദി ലെഫ്റ്റിൽ ഉണ്ടാവും. ആൻഡ് പിന്നെ അങ്ങനെ അതിന്റെ പ്രോബ്ലത്തിന്റെ അനുസരിച്ച് അതിങ്ങനെ ലെസർ പ്രോബ്ലംസ് ആയിട്ടുള്ളൂ അങ്ങനത്തെ ഒരു ചാർട്ടാണ് കാണിക്കുക. അതിനാണ് പെറേറ്റോ ചാർട്ട് എന്ന രീതിയിൽ പറയുന്നത്. സോ ഇത് മെയിൻ ആയിട്ട് ഫ്യൂ എഫക്ട്സ് ആൻഡ് കോസസിന്റെ ബേസിസ് അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത ഹിസ്റ്റോഗ്രാം ആണ്. സോ ഇതിലെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു ഹിസ്റ്റോഗ്രാം നമ്മൾ യൂസ് ചെയ്യും. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഒരു ഗ്രാഫ് തന്നെയാണ്. ഇതിൽ ഡിസ്പേർഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് വി ക്യാൻ അനലൈസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡാറ്റ ആൻഡ് ഡിസ്പേർഷൻ കോസ് ചെയ്യണതിന്റെയൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ വേണ്ടി സാധിക്കും. പിന്നെ ഫ്ലോ ചാർട്ട് ആണ്. സോ ഇതും ദാറ്റ് ഇസ് നമ്മൾ ഇങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ വരുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. സോ ഫ്ലോ ചാർട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐഡന്റിഫൈ ദി പ്രോസസ് പ്രോസസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ആൻഡ് എസെൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ, സപ്ലയേഴ്സിനെ, പ്രോസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് എറേഴ്സിന്റെ സോഴ്സ്, എവിടെ നിന്നാണ് എറർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വേസ്റ്റ്, ഓൺ ആഡഡ് വാല്യൂ, ഓപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം ഒരു ഇനീഷ്യൽ ഇതിലൊക്കെ നമുക്ക് ഫ്ലോ ചാർട്ടിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്താണ് റൺ അല്ലെങ്കിൽ ട്രെൻഡ് ചാർട്ട് എന്ന് പറയുന്നത്. സോ ഇത് കോമൺ ആയിട്ടുള്ള ഒരു ചാർട്ട് തന്നെയാണ്. ആൻഡ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ഇറ്റ് പ്ലോട്ട് തിങ്സ് ആസ് ദേ ഹാപ്പൻ. എങ്ങനെയാണോ അത് സംഭവിക്കുന്നത് അത് അതേപോലെ പ്ലോട്ട് ചെയ്യാനാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതിലൊരു ക്യുമുലേറ്റീവ് ട്രെൻഡ് ആണ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത്. ഇതൊരു 7 or more കോൺസിക്യൂട്ടീവ് പോയിന്റ്സ് ഉണ്ടാവും. അത് ആ ഒരു പ്രോസസ്, അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഒരു പാറ്റേൺ, മേ ബി ഒരു ഗ്രാജുവൽ റൈസോ അല്ലെങ്കിൽ ഒരു ഫോളോ, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ ചാർട്ടിലും. അടുത്താണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ് ടു എസ്റ്റാബ്ലിഷ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ക്വാണ്ടിറ്റീസ്. അപ്പം 2 ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഇതില് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ, ഡിപ്പെൻഡന്റ് വേരിയബിളും അതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾ, ദാറ്റ് ഇസ് അങ്ങനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അടുത്താണ് കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഒരു റിയൽ കോസ് അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു മേജർ കോസ് മനസ്സിലാക്കുന്നത് നമുക്ക് ഇതിലൂടെ സാധിക്കും. സോ ഒരു കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ കളക്ഷനെ ഗൈഡ് ചെയ്യാനും അതേപോലെ ഒരു പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡയഗ്രാമാണ് കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇതില് അറ്റ് ദ റൈറ്റ് സൈഡില് അതിന്റെ മെയിൻ കോസസ് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ആക്സസിൽ വരുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഈ മെയിൻ കോസസിന് അതിന് സബ് കോസസ് ഉണ്ടാവും. ആൻഡ് പിന്നെ ഡൗൺ താഴത്തോട്ട് എന്താണ് ഒരുപാട് മെയിൻ ലെവൽസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബൂസ്റ്റിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ക്വാളിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈൻഡ് ചെയ്ത് ക്യൂർ ചെയ്യുന്ന സമയത്ത് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം അവരെല്ലാം ഈ ഒരു എന്താ പറയുക ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഒരു അനദർ ദാറ്റ് ഇസ് ഡീമിംഗ് യൂസ് ചെയ്യുന്നത് ഒരു കൺട്രോൾ ചാർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിലൂടെ എന്താണ് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ബൈ ദിസ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിന്റെ പാർട്ട് 1 ഫിനിഷ് ആയിരിക്കുകയാണ്. സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ നമ്മൾ ക്വാളിറ്റി അപ്രോച്ചിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കൺസെപ്റ്റ് ആയിട്ടുള്ള ക്രോസ്ബി സ്കൂളും അതേപോലെ ഡീമിംഗ് അപ്രോച്ചാണ് ഇതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാലൻസ് കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഇസ് പാർട്ട് 2 നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് പാർട്ട്. താങ്ക് യു.